ഹലോ നമസ്കാരം, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് എന്താണ് രാവിലെ ചിന്തിച്ചത്, എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ളത് ഒരു ധാരണ, എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് 3 തവണ പറഞ്ഞ കാര്യം ഏതാണ്ടൊക്കെ ഒന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അവർ വരുമോ ഇല്ലയോ അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പെൻഡുലത്തിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ കാർഡും നമ്മൾ ഷഫിൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മനസ്സമാധാനമായിട്ടൊക്കെ എല്ലാവരും ഒന്നിരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലൈസ് ആണ്, അതുപോലെ ടൈംലെസ് ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടപ്പുണ്ട്. ഇതുപോലെ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും അത്യാവശ്യം അർജൻറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജും ചെയ്യാം. മെസ്സേജ് ചെയ്തിട്ടും കോൺടാക്ട് ചെയ്തിട്ടും കണ്ടില്ലെങ്കിൽ തിരിച്ച് ഞാൻ എപ്പോൾ വേണമെങ്കിലും റിപ്ലൈ അയക്കുന്നതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത എന്താണ്. അത് നമുക്ക് കാർഡിൽ ഷഫിൾ ചെയ്ത് നോക്കാവേ. കാർഡ് പറയുന്നത്, ഡിവൈൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് നിങ്ങൾ വിചാരിക്കുന്നത് ആരും ആയിക്കൊള്ളട്ടെ, ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പറ്റിയിട്ടുള്ളൊരു വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് എന്തോ മണി അതായത് ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഫിനാൻഷ്യലി അയാൾക്ക് എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ചെന്നിട്ട് പണം ഇടപാടുകൾ നടത്തിയിട്ട് അല്ലെങ്കിൽ പണം കൊടുത്തേച്ച് അവിടെ നഷ്ടം വന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടുന്ന് എന്തോ കിട്ടാൻ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇപ്പം പെട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിങ്ങളോടുള്ള സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അയാൾക്ക് മുന്നിലേക്ക് വരാൻ പറ്റാത്തത്ര സിറ്റുവേഷനാണ് ഇപ്പോൾ അയാൾ അനുഭവിക്കുന്നത്. കാരണം മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് ഇതിനെ എന്താ പറയുന്നത്, ഇതിനെ അതിജീവിച്ചായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് തരണം എന്നൊക്കെ അയാൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അയാളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ അയാൾക്ക് ഉറങ്ങാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അയാൾ അത്രത്തോളം വിഷമത്തിലാണ്. നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പം അയാൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. അയാളുടെ സാഹചര്യമാണ്, അല്ലെങ്കിൽ ഗേൾ ഓർ ബോയ് അല്ലെങ്കിൽ വുമൺ ഓർ മെൻ ആരാണേലും കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ എടുത്തോ. നിങ്ങൾ ആരാണോ കാണുന്നത് ഓപ്പോസിറ്റ് അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു രീതിയിൽ അങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ പറ്റിയിട്ട് ഓർത്തിട്ട് ഒരുപാട് ദുഃഖമുണ്ട്, സങ്കടവും വിഷമവും വേദനയും എല്ലാം ഉണ്ട്. എന്നാലും ഈ പുള്ളി ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തോട്ട് ഓടി വരാൻ ഇയാൾക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ അടുത്തോട്ട് വരണമെങ്കിൽ ഇയാളുടെ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് എൻഡ് ആവണം, ഇയാളുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് എൻഡ് ആവണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട്. ഇത് കൂടുതലും അതായത് ആണുങ്ങളുടെ ഒരു എനർജിയാണ് വരുന്നത് കേട്ടോ. കാരണം അവരെ അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. പക്ഷേ അയാൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട്. അയാൾ എന്തെങ്കിലും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബ്ലെസ്സിങ്സ് ദൈവം കൊടുക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അയാൾക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കും. അയാൾ മെഡിറ്റേഷനൊക്കെ ചെയ്യണം. അതുമാത്രമല്ല അയാളിലേക്ക് എന്തോ ഒരു ഓഫർ വെച്ച് നീട്ടുന്നുണ്ട്. ചിലപ്പം പുതിയ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടമായിരിക്കാം. എന്തോ ഒരു ഓഫർ വെച്ച് നീട്ടുന്നുണ്ട്. ആ ഓഫർ അയാൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കണമെന്നാണ് ഡിവൈൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അയാൾക്ക് കണ്ടില്ല, ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എന്താണ് നിങ്ങളെ പറ്റിയിട്ട് ഓർത്തിട്ടാണ്. അയാൾക്ക് എല്ലാം കൂടി ആയിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്തത്ര രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് അയാളുടെ ഉള്ളിൽ. ചിലപ്പം വല്ല ഫാമിലി ഇഷ്യൂസൊക്കെ ആയിരിക്കാം. പണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ കാർഡ് നമുക്കൊന്ന് ഷഫിൾ ചെയ്യാമേ. ഒന്നുകിൽ ഈ വ്യക്തി സ്പിരിച്വലായിട്ടുള്ള ആളായിരിക്കാം, എന്തെങ്കിലും സ്പിരിച്വൽ ഇതുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഡിവൈനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളായിരിക്കാം, ഓവർ ഭക്തിയുള്ള ആളായിരിക്കാം. അത് അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ആകാനാണ് പറയുന്നത്, സ്പിരിച്വലിലേക്ക് പോകാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇയാൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ കൊടുക്കുന്നത് അയാൾ ദൈവത്തെ അറിയാനായിരിക്കാം. പക്ഷേ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു ഭാഗത്ത് ഫാമിലി, ഒരു ഭാഗത്ത് ഇത് എന്താ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നത് ഇവിടെ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ, സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ വ്യക്തികളെ കാണിക്കുന്നില്ല തേർഡ് പാർട്ടി ആയിട്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം വ്യക്തികളെ തന്നെയല്ല, പല കാരണങ്ങളും വരാം, പല സാഹചര്യങ്ങൾ വരാം കേട്ടോ. അതും തേർഡ് പാർട്ടി തന്നെയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ടിലേതിലൊന്ന് ചൂസ് ചെയ്യണമല്ലോ. ചൂസ് ചെയ്യണമെങ്കിൽ അയാൾ മെഡിറ്റേഷൻ ചെയ്യണം, അയാൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അയാൾ നിങ്ങൾ ചില വ്യക്തികൾ ഇതിനകത്ത് സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ല നിങ്ങൾ
നിങ്ങൾ കാണുന്ന വ്യക്തികൾ സ്പിരിച്വലായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുപോലത്തെ ടാരോ റീഡിംഗ് ഒക്കെ കാണുന്നത്. നിങ്ങളിലേക്ക് ഈ ടാരോ റീഡൊക്കെ വരുന്നത് തന്നെ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കിതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ചോട്ടിൽ നിൽക്കുന്ന ഇയാളുടെ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആൾക്കാരുടെ എനർജി കാണിക്കുന്നുണ്ട്. അതായത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ കാര്യങ്ങൾ കെട്ടിപ്പൊക്കുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങളിലേക്കൊന്ന് എത്താൻ. ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അറിയാലോ. ആ കാർഡ് പറയുന്നത് ഉടനടി തന്നെ ഒരു അബണ്ടൻസോട് കൂടിയിട്ടുള്ള ഒരു ഫാമിലി ലൈഫാണ് അയാൾക്ക് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ എടുത്ത കാർഡിനകത്ത് ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നുണ്ട്, ഡിവൈൻ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ഉടനെ തന്നെ കൊടുക്കും. മെഡിറ്റേറ്റ് ചെയ്യൂ, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, ഒരു ഗോഡ് മദറിൻ്റെ അനുഗ്രഹമുണ്ട് ചില വ്യക്തികൾക്ക്, എന്നാൽ എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക് മാത്രം. 2 എന്ന നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് രാവിലെ എടുത്തതിനകത്ത് 2 എന്ന നമ്പർ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എം ഒക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്, എ ഒക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്, എ ഇങ്ങനെയുള്ള ലെറ്ററൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഇതിനൊരു പ്രധാന ഇതുണ്ട് ഇക്ക്. അതുപോലെ തന്നെ പി അതൊക്കെ ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ സൺഡേ എന്നൊരു ദിവസം, അതുപോലെ ഒക്ടോബർ മന്ത് 9 ഇതൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 6 അതുപോലെ 30 ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 30 അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 5 ഇമ്പോർട്ടൻ്റ് ആണ്. 5 കേട്ടോ, 5 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താ, അതായത് അഡിക്ഷൻ ഉള്ള ആളാണ്. എന്തിന്? ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾക്ക് കേട്ടോ. അഡിക്ഷനാണ്. H എന്നൊരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോസിബിൾ എന്നൊരു സംഭവമുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കാർഡിനകത്ത് ക്ലിയർ കട്ടായിട്ട് കിട്ടുന്നത്. സ്പിരിച്വലാകാൻ പറയുന്നുണ്ട്, സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുടെ കാണിക്കുന്നുണ്ട്, ഒരു ഗോഡ് മദറിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഉടനെ തന്നെ ലൈഫിലേക്ക് ഒരു 2 ഭാഗം ചൂസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്കൊരു അബണ്ടൻസോട് കൂടിയിട്ടുള്ളൊരു ലൈഫ് കൊടുക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് പെൻഡുലത്തിനോട് ചോദിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചോദിക്കാൻ പോകുന്നത്, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കോളിനെ പറ്റി പറഞ്ഞായിരുന്നു, കോൾ ചെയ്യുമോ ഇല്ലയെന്ന്. പക്ഷെ ഞാനത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത്. നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുമോ? അതാണ് നമ്മളിപ്പോൾ ചോദിക്കാൻ പോകുന്നത്. എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ കേട്ടോ. വീഡിയോ ഒന്ന് സ്റ്റക്ക് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഞാനിപ്പോൾ ചോദിക്കാൻ പോവാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ. ചോദിക്കാൻ സമയമായോ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ചോദിക്കാൻ സമയമായോ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. യൂണിവേഴ്സ് പ്ലീസ് എനിക്കൊരു ക്ലാരിറ്റി കിട്ടണം. പൊന്നുണ്ണി സ്വാമി, ഓം നമഃ ശിവായ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അതായത് വ്യക്തികളുടെ പേഴ്സൺ, അവരെ ഇട്ടിട്ട് പോയ, അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച് പോയ, അല്ലെങ്കിൽ അവരുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു ഇതുമില്ലാതെ നിൽക്കുന്ന വ്യക്തികൾ അവരെ കോൾ ചെയ്യുമോ? അതാണ് എനിക്കിപ്പോൾ അറിയേണ്ടത്. പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. അവരെ കോൾ ചെയ്യുമോ? അവരെ കോൾ ചെയ്യുമോ? എനിക്കതാണ് അറിയേണ്ടത്. അവരെ കോൾ ചെയ്യുമോ? അവരെ കോൾ ചെയ്യുമോ? കോൾ ചെയ്യുമോ? കോൾ ചെയ്യുമോ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നോയിലേക്കാണ് കേട്ടോ. നോയാണ് വന്നിരിക്കുന്നത്. നമ്മൾ പെൻഡുലം കറക്കിയിട്ടൊന്നുമില്ല. ഞാനിന്ന് പെൻഡുലത്തിനോട് ഇത് ചോദിച്ചിട്ടാണ് ഞാനിപ്പം ഇത് തുടങ്ങിയത് തന്നെ. അപ്പം നോയാണ് വന്നിരിക്കുന്നത്. കോള് ചെയ്യില്ല, ചിലർക്കൊക്കെ കോൾ ചെയ്യത്തില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, റീയൂണിയൻ പോസിബിൾ ആകുമോ എന്നാണ്. അതായത് ഓം നമഃ ശിവായ, മഹാദേവ, പൊന്നുണ്ണി സ്വാമി. ഉടനെ തന്നെ ഒരു റീയൂണിയൻ പോസിബിൾ ആകുമോ? അതായത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സണുമായിട്ട് സെപ്പറേറ്റഡ്, നോ കോണ്ടാക്റ്റ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ പോയ വ്യക്തികൾക്ക് റീയൂണിയൻ പോസിബിൾ ആണോ? റീയൂണിയൻ പോസിബിൾ ആണോ? റീയൂണിയൻ പോസിബിൾ ആണോ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. റീയൂണിയൻ പോസിബിൾ ആണോ? റീയൂണിയൻ പോസിബിൾ ആണോ?
റീയൂണിയൻ പോസിബിൾ ആണോ? റീയൂണിയൻ പോസിബിൾ ആണോ? ഓം നമ ശിവായ, ഓം നമ ശിവായ. റീയൂണിയൻ പോസിബിൾ ആണോ? റീയൂണിയൻ പോസിബിൾ ആണോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സണുമായിട്ട് അവർക്ക് റീയൂണിയൻ പോസിബിൾ ആണോ? റീയൂണിയൻ പോസിബിൾ ആണോ? ഓം നമ ശിവായ, നമ ശിവായ. യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സണുമായിട്ട് അവർക്ക് റീയൂണിയൻ ഉണ്ടാകുമോ? ഉടനെ തന്നെ റീയൂണിയൻ ഉണ്ടാകുമോ? അവർക്ക് ഉടനെ തന്നെ റീയൂണിയൻ ഉണ്ടാകുമോ? ഉടനെ തന്നെ റീയൂണിയൻ ഉണ്ടാകുമോ? റീയൂണിയൻ ഉണ്ടാകുമോ? റീയൂണിയൻ ഉണ്ടാകുമോ? ഉടനെ തന്നെ റീയൂണിയൻ ഉണ്ടാകുമോ? ഓം നമ ശിവായ. നോ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. റീയൂണിയൻ, അതായത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റീയൂണിയൻ ഇല്ല എന്നാണ് കാണിക്കുന്നത്. കോളും ചെയ്യത്തില്ലെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കോളിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല, ഞാൻ വിട്ടുപോയതാണേ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഞാൻ മറന്നു പോകുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർപ്പിക്കണം കേട്ടോ. അപ്പം ഇതിനകത്ത് കോള് ചെയ്യത്തില്ല, അതുപോലെ റീയൂണിയനും പോസിബിൾ അല്ല. ചില വ്യക്തികൾക്ക് കാർഡ് ഷഫിൾ ചെയ്തപ്പം പലരുടെ എനർജി വരുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണാം, അല്ലെങ്കിൽ ഒരുപാട് റീഡേഴ്സിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെയും കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന വീഡിയോസ് വരുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ എത്തും കേട്ടോ, നിങ്ങളിലേക്ക് തിരുമുമ്പിലേക്ക് തന്നെ എത്തും. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനും മറക്കല്ലേ. എന്നാൽ ശരി, ഓം നമ ശിവായ.